ഒരു ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് വിമാനം തിരുവനന്തപുരത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്തോ വലിയ തേങ്ങയാണോ മാങ്ങയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പം അവിടെ നനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എന്നാൽ തൊട്ട് ഇന്ത്യൻ നേവിയെ തൊടിക്കുക അതുമില്ല, എന്നാൽ തൊട്ട് അവരെടുത്തോണ്ട് പോകും അതുമില്ല. അപ്പോൾ ഉള്ള സ്ഥലം കൂടെ മെനക്കെടുത്ത് ഇവിടെ കിടപ്പുണ്ട്. പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷിൻ്റെ F-35B, അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള F-35B എന്ന വിമാനത്തിൻ്റെ ഫൈറ്റർ ജെറ്റ് വിമാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കുറേ ഇത് വന്ന് പെട്ടപ്പോൾ തന്നെ ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. എന്താണ് ഇത്തരത്തിൽ ഇത് ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് നിരവധി സംഭവങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെയുള്ള എഞ്ചിനീയർമാരെയോ നേവി ആൾക്കാരെയോ തൊടാൻ പോലും അവർ തൊട്ടു പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുക. എന്നാൽ ഈ സാധനം എടുത്തുകൊണ്ട് പോകാതില്ല. ഇതിൻ്റെ ഏകദേശം ഭാരം എന്ന് പറയുന്നത് 27 ടണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇത് എടുത്തുകൊണ്ട് പോകാൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കുറച്ച് പ്രയാസമാണ്. മാത്രമല്ല ഇതിൻ്റെ ഈ 27 ടൺ ഭാരമുള്ള ഈ വിമാനത്തിൻ്റെ പ്രതിദിനം നമ്മൾ ഈടാക്കേണ്ടുന്ന വാടക എന്ന് പറയുന്നത് 26,261 രൂപയാണ് ഒരു ദിവസം നമുക്ക് കിട്ടാനുള്ളൂ. അങ്ങനെയാണ് 12 ദിവസത്തെ പൈസ നമുക്ക് തരണം. പക്ഷേ നമ്മുടെ നേവി പറഞ്ഞു ഈ നക്കാപ്പിച്ചൊന്നും ഞങ്ങൾക്ക് വേണ്ട, എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട, കാരണം പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തതൊക്കെ നമുക്ക് ഇച്ചിരി ഉണ്ടേ, മനസ്സിലുണ്ടേ. നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ തടവിലാക്കി അടിമയാക്കി നമ്മളെ കുറേ ഭരിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നക്കാപ്പിച്ചോ ഞങ്ങൾക്ക് വേണ്ട, ഈ സാധനം അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി, ഞങ്ങൾക്ക് ഈ സാധനം വേണ്ടതായിരുന്നു. പിന്നെ വേറൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. ഈ F-35B എന്ന് പറയുന്നത് നമ്മുടെ നേവി അടിച്ചിട്ടതാണെന്നുള്ള വാർത്തയും കൂടെ വരുന്നത്, ഹാക്ക് ചെയ്ത് ഇട്ടയാണെന്നുള്ള വാർത്തകളും ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്തിട്ട സാധനം അൺലോക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇവരെ വിട്ട് അതിന് വിടും, അതുമില്ല, അവർ തൊടിയിക്കത്തില്ല. അപ്പോൾ ഈ അൺലോക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടുന്ന് 10-40 പേരൊക്കെ ഇങ്ങോട്ടൊക്കെ പുറപ്പെട്ട് ഇവിടെ വന്നു ഇതൊക്കെ പരിശോധിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 12 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഒരു ദിവസം 26,261 രൂപ വെച്ചാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപയെ പുറത്തൊക്കെ നമുക്ക് കിട്ടണം. എന്തായാലും ആ നക്കാപ്പിച്ച വേണ്ടാന്ന് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ തിരിച്ചു കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും ബ്രിട്ടൻ്റെ യുദ്ധവിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റും. ഇടയ്ക്ക് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവതല്ലോ. അവർ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അന്ന് അവർക്കത് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. ഇപ്പോൾ വീണ്ടും അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ശരി എങ്കിൽ ഹാങ്ങർ യൂണിറ്റ് അതിലോട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇത് എയർലിഫ്റ്റ് ചെയ്യില്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ട് നോക്കിയാൽ ഇതുപോലെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുന്നത്. ബ്രിട്ടൻ നേവിയുടെ വിമാനമായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമോ എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. വാങ്ങില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകളൊക്കെ. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന ഫീമൻ കാർഗോ വിമാനത്തിൽ F-35 എയർലിഫ്റ്റ് ചെയ്ത് UK തിരികെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ തൽക്കാലം വേണ്ടെന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. 15-ന് വിമാനം റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ അന്നും ബ്രിട്ടനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ 12 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ബ്രിട്ടൻ തന്നെ ഇത്തരത്തിൽ ഹാങ്ങർ യൂണിറ്റിലോട്ട് മാറ്റുന്നതിന് തടസ്സമില്ല എന്നുള്ളത് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേ പറഞ്ഞതാണ് ഇത് മാറ്റാൻ, കാരണം ഇത് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അല്ലെങ്കിൽ അതിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാരം എന്താണെന്നുള്ള കണ്ടെത്താൻ പറ്റും. പക്ഷേ അവരത് ആദ്യം തർക്കിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ രാജ്യം പറഞ്ഞ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കണം. വിമാനത്തിൻ്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഫീ ഒക്കെ ഈടാക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 27 ടണ്ണാണ് ഇതിൻ്റെ ഭാരം. അങ്ങനെയാണ് 26,261 രൂപ ഈ ഫീസായിട്ട് വരുമ്പോൾ ഏകദേശം 3.25 ലക്ഷം രൂപയോളം ഇത് വരുന്നുണ്ട്. അതൊരു ചെറിയ തുകയാണ്, നമ്മുടെ രാജ്യത്തിന് അതൊരു ചെറിയ തുകയാണ്. അതുകൊണ്ട് തന്നെ വിലപേശണ്ട എന്നുള്ളതാണ് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതിപ്പോൾ അദാനിയെ അറിയിക്കും, കാരണം അദാനിയുടെ കസ്റ്റഡിയിലാണ് പറഞ്ഞോളം വിമാനത്താവളം. അതുകൊണ്ട് അദാനിയെ ഇത് അറിയിക്കും. ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. ഇന്ത്യയും UK തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിമാനത്തിൻ്റെ ഫീസ് ഈടാക്കേണ്ട എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഇതിന് വേണ്ടുന്ന ചെലവുകൾ തങ്ങൾ വഹിച്ചോളാം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്.
നിങ്ങളുടെ ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സഹായം ചെയ്യാം, കുറേ നാൾ ഇവിടെ വന്ന് കിടന്ന് ഞങ്ങളെയൊക്കെ അടിമകളാക്കിയതല്ലേ. അപ്പം എന്തായാലും അതിനുള്ള കൃത്യമായ മറുപടി ഇപ്പം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. വിമാനത്താവളത്തിലെ VIP വിമാനങ്ങൾക്കായി നീക്കിവെച്ച ബേ 4ലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വിമാനത്തിന് കർശന സുരക്ഷിതത്വം ഒരുക്കിയിട്ടുണ്ട്. ഇത് കാരണം മറ്റു VIP വാഹനങ്ങളിൽ ഇറങ്ങാനുള്ള പ്രതിസന്ധിയും ഇപ്പോൾ നിലവിലുണ്ട്. ഇതൊക്കെ കൊണ്ട് പരിഗണിച്ചാണ് ഇപ്പോൾ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മറ്റും രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചത്. കാരണം അവർക്ക് നമ്മളെയൊന്നും അത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം ഇന്ത്യ വിശ്വാസമില്ലാത്തതിന് കാരണം ഇന്ത്യയിലെ അത്രയ്ക്ക് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്, ബുദ്ധിക്കാരാണ് ഉള്ളത്. ഇപ്പം കണ്ടു കഴിഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ദൂറും ബ്രഹ്മോസും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യ എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ കുറേ നാൾ ഇന്ത്യ വന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനം എന്താണെന്നും ഇവിടുത്തെ വേവ് എന്താണെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിമാനത്തിൽ തൊടല്ലേ എന്ന് നിലവിളിച്ച് പറഞ്ഞു. തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ രഹസ്യ വിവരങ്ങളെല്ലാം ഇന്ത്യ ചോർത്തിയെടുക്കും എന്നുള്ളൊരു ഇത്. പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ വിപുലീകരിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ സ്വത്തായിട്ട് മാറുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ ഇനി നിങ്ങൾ എന്തൊരു ഇത് വലിയ നിർമ്മിത സാങ്കേതിക വിദ്യ ഒപ്പിച്ചാലും ശരി, അതിനെയൊക്കെ അടിച്ചിടാനുള്ള മാർഗ്ഗം ഇവിടെ ഇന്ത്യ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ഇവർ അടുത്തില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും വീണ്ടും എയർ ഇന്ത്യയുടെ ഇതിൽ തന്നെ മാറ്റാൻ വേണ്ടി, ഹാങ്ങറിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് എന്ന് തന്നെ പറയും. കാരണം ഇത് പൊക്കി എടുത്തുകൊണ്ട് പോകാനും പ്രയാസമാണ്, ഇത് തല്ലിപ്പൊട്ടിച്ച് കളയാനും വയ്യ, ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ബ്രിട്ടൻ നിൽക്കുന്നത്. ഹാങ്ങർ യൂണിറ്റിൽ മറ്റു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാതെയും യുദ്ധവിമാന തകരാറ് പരിഹരിക്കുമെന്നാണ് വരുന്ന വാർത്തകൾ. വിമാനത്തിൻ്റെ ഈ ഒരു സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയ ശേഷം ഇത് ഹാങ്ങറിലേക്ക് മാറ്റത്തുള്ളൂ. എന്തായാലും വിദഗ്ധ സംഘം എഞ്ചിനീയർമാരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും. കേന്ദ്ര അനുമതി തേടിയിട്ടായിരിക്കും ഇവർ കേരളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാനാവുന്നില്ല എന്നുള്ളതും വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം അവർ എന്തൊക്കെ പരിശ്രമം നടത്തിയിട്ടും ഈ പറഞ്ഞതുപോലെ അവർക്കത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാങ്കേതിക തകരാറാണ് കാരണം എന്നുള്ളത് പറയുമ്പോഴും പലരും പറയുന്നത് ഇന്ത്യൻ നേവി ഹൈഡ്രോളിക് സംവിധാനം, വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം തകർന്നതും മൂലമാണ് ഇത്തരത്തിൽ ഇവിടെ പെട്ടെന്ന് അതിവേഗം ലാൻഡ് ചെയ്യേണ്ടുന്ന അവസ്ഥ ബ്രിട്ടീഷ് വിമാനത്തിനുണ്ടായത്. അപ്പം ഇത്തരത്തിൽ ഇത് അമേരിക്കൻ നിർമ്മിതമാണ്. F-35B എന്നൊക്കെ പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട അവരുടെ വിദഗ്ധമായിട്ടുള്ള വലിയ ന്യൂ തരംഗമായിട്ടുള്ള ഫൈറ്റർ ജെറ്റ് വിമാനത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യ ലോക്ക് ചെയ്തതാണ് എന്നുള്ള വിവരങ്ങൾ എന്തായാലും അതൊന്നും പുറത്ത് വന്നിട്ടില്ല. കൃത്യമായിട്ടുള്ളതൊന്നും വരാതെ നമുക്ക് പറയാൻ പറ്റും. ലോക്ക് ചെയ്തതാവാനാണ് സാധ്യം. കാരണം ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറ് വരണമെന്നുണ്ടെങ്കിൽ അത് അൺലോക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യ 8 പൂട്ടിട്ട് എത്ര താഴിട്ട് പൂട്ടിയെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ അത്രയും താഴിട്ട് പൂട്ടി വെച്ചേക്കാന്ന്. എന്നാൽ ഇത് ഇവരുടെ കൈ കൊടുത്തിരുന്ന ഇവർക്ക് ഇത് പറപ്പിച്ചെടുത്തുകൊണ്ട് പോയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞോളം നമ്മുടെ നേവിയിലുള്ള ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും ഒന്നും ഇവർക്ക് വലിയ വിശ്വാസമില്ല. വല്ല അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോകുമോ, ഇതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ മാറ്റിയെടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഇതായിരിക്കും. സ്വാഭാവികമാണ്, അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ലോക്ക് ചെയ്തവനെല്ലാം അറിയത്തുള്ളൂ അത് അൺലോക്ക് ചെയ്യാനുള്ള വിധി. എന്തായാലും വലിയ വിദഗ്ധ സംഘമൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഈ സാധനം ഇപ്പോൾ കുറേ 12 ദിവസമായിട്ട് കിടക്കുക. എന്തായാലും ഇന്ത്യ ഏത് തരത്തിലും അതിനോട് യോജിക്കാൻ തയ്യാറാണ്. കാരണം ഈ പറഞ്ഞോണം നയതന്ത്രപരമായിട്ടും പ്രതിരോധ സംബന്ധമായിട്ടും ഒക്കെ കുറേ ബന്ധങ്ങൾ ഈ പറഞ്ഞോണം ബ്രിട്ടനുമായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഏത് തരത്തിലും അവരുമായിട്ട് സഹകരിക്കും. സൗഹൃദം എന്നും സൗഹൃദമാണല്ലോ, പഴയ കാര്യങ്ങളൊന്നും മറന്നില്ലെങ്കിലും സൗഹൃദം എന്നും സൗഹൃദം തന്നെയായിട്ട് നിലനിൽക്കും. എന്തായാലും ഈ സാധനം F-35B എത്രയും വേഗം തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടുന്ന എല്ലാ അശ്രാന്ത പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വരുന്ന വിദഗ്ധരുടെ സംഘം പറയും ഇത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്.